വരാഹാവതാര കഥയ്ക്ക് ശേഷം സൃഷ്ടി വിഷയങ്ങൾ തുടർച്ചയായി വർണ്ണിക്കുന്നു. ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നും നിഴലിൽ നിന്നും ഒരു മഹാത്മാവുണ്ടായി. ആ മഹാത്മാവിൻ്റെ പേരാണ് കർദമൻ. ആ കർദമനോട് സൃഷ്ടി ചെയ്തോളാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം തപസ് ചെയ്യാൻ പോയി. പണ്ടൊക്കെ സൃഷ്ടി ചെയ്യണം പറഞ്ഞാൽ ഉടനെ തപസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സൃഷ്ടി ചെയ്യണം പറഞ്ഞാൽ അർത്ഥം ഒരു വിവാഹം കഴിച്ച് കുട്ടികൾ ഉണ്ടായാൽ സൃഷ്ടിയായി, അത്രയേ വേണ്ടൂ. പക്ഷേ തപസ് ചെയ്യാൻ പോകാൻ കാരണം കുട്ടികൾ ഉണ്ടാവണത് മുഖ്യമില്ലേ. നല്ല കുട്ടികളായിട്ട് ഉണ്ടാവണം, ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാവണം, ബുദ്ധിയുള്ള കുട്ടികൾ ഉണ്ടാവണം. ഇതൊക്കെ വലിയ ഒരു പരിപാടിയാണ്. സാധാരണ ഒരു സൃഷ്ടിയെ പോലെ വിചാരിക്കുന്നത്. നമുക്ക് ഒരു നല്ല ധാന്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഭൂമിയിൽ ഉഴണം. ആ ഭൂമിയിൽ കൃഷിസ്ഥലത്തിൽ ഒന്ന് ഉഴുത് അതുകൊണ്ട് നേരാക്കണം. മാത്രമല്ല പിന്നെ നല്ല വിത്ത് ഇടണം. നല്ല വിത്ത് ഇട്ട് മാത്രം പോരാ, ഇടയ്ക്ക് വളമൊക്കെ ഇടണം. നല്ല കെമിക്കൽ ഇല്ലാതെ വളം ഇടണം, അതുകൂടി വെച്ച് കിട്ടണം. പിന്നെ കളകളൊക്കെ എടുത്ത് അങ്ങനെ സൂക്ഷിച്ച് വന്നാലേ ഒരു നല്ല ധാന്യം, നല്ല പഴം നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ നല്ല കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഭൂമിയെപ്പോലെയാണ് സ്ത്രീകൾ. ഇപ്പോൾ വിവാഹം കഴിച്ച് ഉടനെ തന്നെ ഹണിമൂൺ പോകാൻ പാടില്ല. എന്ത് ചെയ്യണം? ആദ്യം കുലദൈവം എവിടെയാണ് അവിടെ പോയി തൊഴണം. പുണ്യതീർത്ഥേ കൃതമ്യേന തപഃവാപ്യതി ദുഷ്കരം തസ്യ പുത്രോ ഭവേത് വസ്യഃ സമൃദ്ധോ ധാർമ്മികഃ സുധീഹി. ധാർമ്മിക ബുദ്ധിയുള്ള ആരോഗ്യമുള്ള നല്ല കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ വിവാഹം കഴിച്ച് ഒരു കൊല്ലം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ ഒരു മണ്ഡലകാലമെങ്കിലും ആ ദമ്പതിമാർ വ്രതം വേണ്ട രീതിയിൽ ശുദ്ധമായ ആഹാരം കഴിച്ച് അവരങ്ങനെ ചിട്ടയായി ജീവിച്ചാൽ നല്ല കുട്ടികൾ ഉണ്ടാവും. തപസ് ചെയ്യാത്തവരുടെ കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കില്ലേ? അപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് പറഞ്ഞാൽ അനുസരിക്കുന്നില്ലേ? നമ്മൾ വിവാഹം കഴിച്ച് തപസ് ചെയ്തിട്ടില്ലേ? തീരുമാനിച്ചാൽ മതി. ഫലനം കാണുമ്പോൾ തന്നെയാണ് അതിൻ്റെ കാരണം എന്താണ് മനസ്സിലാവും. ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞ രീതിയിൽ വേണം എല്ലാം. അതുകൊണ്ടാണ് ഇവിടെ തപസ് ചെയ്യാൻ പോയി കർദമൻ. 10,000 കൊല്ലം തപസ് ചെയ്തു. തപസ് ചെയ്തിട്ടും ഭഗവാൻ വന്നില്ല. അപ്പോഴാണ് അദ്ദേഹം കറങ്ങ്. അദ്ദേഹം കറഞ്ഞ സമയത്താണ് ഭഗവാൻ അവിടെ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഗരുഡോപരി കാലമേഘകംരം വിലസക്കേലി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്മം വപുരാവിഷ്കുരുഭേസ്മ കർദമായ. ഗരുഡൻ്റെ പുറത്ത് ഭഗവാൻ ചതുർഭുജ ശങ്കരക്ര കഥാപത്മധാരിയായി ദർശനം കൊടുക്കുന്നു. കർദമൻ്റെ ഗംഭീരസ്തുതി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തഥാ സചാമം പരിഗോഢുകാമഃ സമാനശീലാം ദുരമേധധേനും ഉപേദിവാൻമൂലം അശേഷമൂലം ദുരാശയ കാമരുധാംഘ്രിപസ്യ. കൽപ്പകവൃക്ഷമാണ് ഭഗവാന്റെ തിരുവടി. കാമരുധ അംഘ്രിപസ്യ എന്നാണ് പറയുന്നത്. ഭട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. യോഗീന്ദ്രാണാം കുതംഗേഷ്വധികസ്മുദരം മുക്തിഭാജാം നിവാസഃ ഭക്താനാം കാമവർഷദ്യുതരു കിശലയം. ഭക്തന്മാരുടെ കാമങ്ങൾ വർഷിക്കുന്ന ഒരു കൽപ്പകവൃക്ഷത്തിൻ്റെ ഒരു ഇല പോലെയാണ്. ദ്യുതരു കിശലയം. കിശലയം പറഞ്ഞാൽ അതിൻ്റെ കൊഴുന്ത് ആദ്യം തുടങ്ങുന്ന ചെറിയ ഇലകളുണ്ടല്ലോ, അതുപോലെയാണ് ഗുരുവായൂരപ്പൻ്റെ മൃദുവായ ചരണം.
ആ ഭഗവാനെ ആശിച്ചാൽ എല്ലാം കിട്ടും. പക്ഷേ എനിക്ക് ഇപ്പോൾ വേണ്ടത്, എനിക്ക് അനുകൂലമായ ഒരു പെൺകുട്ടി, എനിക്ക് ഒരു ഭാര്യ വേണം പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നല്ല പെൺകുട്ടി കിട്ടണം പറഞ്ഞാൽ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. പെൺകുട്ടി തന്നെ കിട്ടുന്നില്ലേ, പിന്നെ നല്ല പെൺകുട്ടി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനെ കൊണ്ട് ചെയ്യൂ, നീ ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ നിനക്ക് എൻ്റെ ഒരു പെൺകുട്ടി നോക്കി വെച്ചിട്ടുണ്ട്. മറ്റന്നാൾ ആ പെൺകുട്ടിയുമായി അച്ഛൻ വരും. സ്വയംഭൂമനും തൻ്റെ രണ്ടാമത്തെ പെൺകുട്ടിയായ ദേവഹൂതിയെ വിളിച്ചുകൊണ്ട് ഇവിടെ വരും. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളൂ. നിങ്ങൾ രണ്ടുപേർക്കും 9 പെൺകുട്ടികൾക്ക് ശേഷം ഞാൻ തന്നെ പുത്രനായി ജനിച്ചോളാം എന്ന് പറഞ്ഞ് ഭഗവാൻ കർദമൻ അനുഗ്രഹിച്ചു. അങ്ങനെ ഭഗവാൻ പുറപ്പെട്ട ശേഷം വീണ്ടും ഭഗവാനെ ധ്യാനിച്ചിരിക്കുമ്പോഴാണ് സ്വയംഭൂമനു തൻ്റെ രണ്ടാമത്തെ പെൺകുട്ടിയായി ദേവഹൂതി വിളിച്ചുകൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ പെൺകുട്ടിയെ സ്വീകരിക്കണം. അപ്പോൾ അദ്ദേഹം നിർബന്ധം വച്ചു. എന്താണ്? അതോ ധർമാൻ അതോ ഭജിഷ്യേ സമയേന സാധ്വീ യാവത്തേജോ വിഭയാത്മനോ മേ അതോ ധർമാൻ പാരമഹംസ്യ മുഖ്യാൻ ശുക്ലപ്രോക്താൻ ബഹുമന്യേ അവിഹിംസ്രാമേ. ഒരു ആൺകുട്ടി ഉണ്ടാവുന്നത് വരെ ഇവരോടൊപ്പം കുടുംബത്തിലിരിക്കും. ഒരു മകൻ ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ സന്യസിക്കും, സമ്മതമാണോ ചോദിച്ചു. സമ്മതമാണോ ചോദിച്ചപ്പോൾ പെൺകുട്ടി സമ്മതം പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിച്ച് വീണ്ടും അദ്ദേഹം തപസ്സിലേക്ക് പോയി. തപസ് കഴിഞ്ഞ് വന്നപ്പോൾ ദേവഹൂതി 18 വയസ്സ് പ്രായത്തിൽ വന്ന ദേവഹൂതി ഇപ്പോൾ മുത്തശ്ശിയായിരിക്കും, 81 വയസ്സായി. അപ്പോഴാണ് കർദമൻ്റെ സ്തുതി കേട്ട് കണ്ണുനീർ ഒഴിച്ചു. ആ ഭഗവാന്റെ കണ്ണിൽ നിന്നും തീർത്ഥം വീണ് അവിടെ ഒരു പുണ്യക്കുളം ഉണ്ടായി. ബിന്ദു സരസ് എന്നാണ് പേര്. കണ്ണുനീർ കൊണ്ട് തന്നെ ഒരു കുളം അളവ് തീർത്ഥം ഉണ്ടാകുമെന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന് എന്തായാലും 1000 തലല്ലേ, അപ്പോൾ 2000 കണ്ണ് ഉണ്ടാവും. 2000 കണ്ണ് പറഞ്ഞാൽ കർദമൻ്റെ ഓരോ ശ്ലോകത്തിനും കുറച്ച് ഈ 2 തുളി കണ്ണുനീർ ഒഴിച്ചാൽ തന്നെ അത് കുളംകുളമാകും. അങ്ങനെ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് അവിടെ കുളമുണ്ടായി. ബിന്ദു സരസ്നാണ് പേര്. അവിടെ പോയി കുളിക്കാൻ പറഞ്ഞു ദേവഹൂതിയോട്. ദേവഹൂതി അവിടെ പോയി കുളിച്ചു. കുളിച്ചപ്പോൾ എന്തായി? അവളുടെ രൂപം മാറി. 80 വയസ്സ് 81 വയസ്സ് മുത്തശ്ശിയായിരുന്ന ദേവഹൂതി അവിടെ കുളിച്ചപ്പോൾ വീണ്ടും 18 വയസ്സുകാരിയായി, യുവതിയായി മാറി. ഈ കഥ ഞാൻ ബാംബെയിൽ പറഞ്ഞപ്പോൾ ഒരു മുത്തശ്ശൻ ചോദിച്ചു, കുളം എവിടെയാണ്? ഞാനും പോയിട്ട് വരാം. ആ കുളമുണ്ട്, ബിന്ദു സരസ്. എവിടെ ചോദിച്ചാൽ ഗുജറാത്തിലാണ്. അഹമ്മദാബാദിൽ നിന്നും ഒരു 4 മണിക്കൂർ ബസ്സിൽ യാത്ര ചെന്നാൽ ആ കുളം നമുക്ക് കാണാം. ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മാതൃഗയ എന്ന പേരിലാണ് അറിയപ്പെടുന്നു. അമ്മയ്ക്ക് ശ്രാദ്ധം കൂട്ടുന്നവരൊക്കെ അവിടെ ചെയ്താൽ വളരെ വിശേഷമാണ്. ഗയം സാധാരണ കയ്യിൽ തന്നെ അമ്മയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. ഇവിടെ കൂടുതൽ അമ്മയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് മാതൃകയ പറയുന്നു. ആ ബിന്ദുസര തീർത്ഥത്തിൽ കുളിച്ചാൽ യുവത്വം കിട്ടുമോ സംശയം, പക്ഷേ നമുക്ക് പുണ്യമൊക്കെ ഉണ്ടാവും. അവിടെ കുളിച്ച് വന്നു. ദേവഹൂതി യുവതിയായി. കർദമനും യുവാവിൻ്റെ രൂപം സ്വീകരിച്ച് 2 പേരും കുറച്ചു കാലം വിമാനത്തിൽ സഞ്ചരിച്ചു. അങ്ങനെ എല്ലാവരും സ്വന്തമായിട്ട്, ചില വലിയ ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഫ്ലൈറ്റ് വയ്ക്കാറുണ്ടല്ലോ, അതുപോലെ സ്വന്തം ഫ്ലൈറ്റ് ആദ്യം വെച്ചിരുന്ന ആളാണ് കർദമൻ. അങ്ങനെ സഞ്ചരിച്ച സമയത്താണ് അദ്ദേഹത്തിന് 9 പെൺകുട്ടികൾ ഉണ്ടായി. അരുന്ധതി, അണസൂയ മുതലായ 10 അവരുടെ കുട്ടികൾ. പിന്നെ അദ്ദേഹം സന്യസിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ദേവഹൂതി പറഞ്ഞത്, എനിക്ക് ഒരു ആൺകുട്ടി കൂടി വേണം. കശ്ചിത് സ്യാമേ വിശോകായ ത്വയി പ്രവൃതേവനം. നിങ്ങൾ സന്യസിച്ച് പോയാൽ എന്നെ നോക്കാനൊരു ആൺകുട്ടി വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ശരി പറഞ്ഞ് അദ്ദേഹം മനസ്സിലാക്കി, ഭഗവാൻ നമ്മുടെ പുത്രനായി ജനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ജനിക്കാത്ത കാരണം നമ്മൾ ചെയ്ത തപസ്, ദാനധർമ്മങ്ങൾ പോരാ. കൂടുതൽ തപസ്സും ദാനധർമ്മങ്ങൾ ചെയ്തവർക്ക് മാത്രമേ മഹാത്മാക്കളായ കുട്ടികൾ ഉണ്ടാവുള്ളൂ. തപോ ദ്രവിണദാനൈശ്ച ശ്രദ്ധയാ ച ഈശ്വരം ഭജ. കുറച്ച് സൗണ്ട് വെച്ചോ. തപോ ദ്രവിണദാനൈശ്ച ശ്രദ്ധയാ ച ഈശ്വരം ഭജ. അങ്ങനെ ഭഗവാൻ ഭജിച്ചു. ഒരു നല്ല മുഹൂർത്തത്തിൽ ഭഗവാൻ അവതാരം ചെയ്തു. തസ്യാം ബഹുതിഥേ കാലേ ഭഗവാൻ മധുസൂദനഃ കർദമം വീര്യമാപന്നോ ജജ്ഞേ അഗ്നിവദാരുണി.
കപില രൂപത്തിൽ, കപിലൻ എന്നാണ് ഈ ഭഗവാന്റെ പേര്, നല്ല നല്ല ചുമപ്പ് കളറിൽ അവതാരം ചെയ്തു. ശുക്ലൻ പറയാം, ചുമപ്പ് വെള്ള രണ്ടും പറയാം, കറുത്ത കളർ ഇല്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ ഭഗവാൻ അവതാരം ചെയ്തു. ദണ്ഡകമണ്ഡലവും ജടാമണ്ഡലത്തോടും ചിന്മുദ്രയോട് ഗുരുനാഥനായി ദർശനം കൊടുത്തപ്പോൾ അച്ഛനന്മാർ വീണ്ടും നമസ്കരിക്കുന്നു. കാരണം ഉണ്ണി വിചാരിച്ചാൽ ഈ ജന്മത്തിൽ മാത്രമേ നമുക്ക് ബന്ധമുള്ളൂ, ഗുരു വിചാരിച്ചാൽ എപ്പോഴും നമുക്ക് ബന്ധമുണ്ടാവും. അതുകൊണ്ടാണ് ഉണ്ണി വിചാരിക്കാതെ ഗുരു വിചാരിച്ച് നമസ്കരിച്ചു. ഉപദേശം ചോദിച്ചപ്പോൾ ഉപദേശം ചുരുക്കി കൊടുത്തു. തത്വമസി ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയായിരുന്നു കർദ്ദമനക്ക്. അതുകൊണ്ട് തത്വമസിന് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ കർദ്ദമൻ പുറപ്പെട്ടു. പിന്നെ അമ്മയുടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ വിചാരിച്ചു, ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ജ്ഞാനം കിട്ടില്ലേ. അപ്പോൾ ഒരു ദിവസം അമ്മ നമസ്കരിച്ച് പ്രാർത്ഥിച്ചു, ബന്ധം മോക്ഷം അല്ല എന്താണ് ചോദിക്കുന്നു. ബന്ധം മോക്ഷം എന്താണ് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതപരുന്ധേ ഭക്തിയോഗസ്തു ശക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഭൂത്യൈകാദിനി. ഇവിടെ പറഞ്ഞ കാര്യം അതേ തന്നെ മറ്റതേ വരുന്നു. ചേതഃഖൽവസ്യ ബന്ധായ മുക്തയേച്ച ആത്മനോമതം. ഈ മനസ്സാണ് ബന്ധത്തിന് കാരണം, മുക്തിക്കും കാരണം. മനസ്സ് വിഷയസുഖങ്ങളിൽ പോയാൽ അത് ബന്ധമാകും, ഭഗവാന്റെ അടുത്ത് പോയാൽ അത് മോക്ഷത്തിന് കാരണം. ഒരേ താക്കോലാണ്, ഇങ്ങനെ തിരിച്ചാൽ അത് ബന്ധമാകും, ഇങ്ങനെ തിരിച്ചാൽ മുക്തമാകും. ഒരേ താക്കോൽ കൊണ്ട് തന്നെ നമുക്ക് ഊട്ടാനും അതേ താക്കോൽ തന്നെ തിരക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെയാണ്. ഈ മനസ്സ് ഭഗവാന്റെ അടുത്തായാൽ മുക്തിയായി, വിഷയസുഖങ്ങളിലേക്ക് പോയാൽ മോക്ഷമായി. ഇങ്ങനെ തിരിച്ചാൽ മതി. ഇതിനെ മൈക്ക് പോലെ ഇങ്ങനെ തിരിക്കാൻ പറ്റില്ലല്ലോ. മനസ്സെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല. അതിനെ എളുപ്പ വഴി മനസ്സ് ഭഗവാന്റെ അടുത്ത് തിരിക്കാൻ കഴിവുള്ള മഹാത്മാക്കളുടെ അടുത്ത് തോന്നുന്നു. അതാണ് ഭഗവാൻ പറയുന്നത്. മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ. മഹദനുഗമലഭ്യ, മഹാത്മാക്കളുടെ അടുത്ത് ചെന്നാലേ ആ ഭക്തി നമുക്ക് കിട്ടുള്ളൂ. ആ മഹാത്മാക്കളുടെ മുഖത്തിൽ നിന്നും ഭഗവാന്റെ കഥകൾ കേട്ടാൽ മതി നമുക്ക് ഭക്തി ഉണ്ടാകും. തജ്ജോഷണ ആ സ്വപവർഗവത്മനി ശ്രദ്ധാരത്തിൽ ഭക്തിരനുപ്രമിഷ്യതി എന്നൊക്കെ ഉപദേശം കൊടുത്തു. അങ്ങനെയുള്ള മഹാത്മാക്കൾ മോക്ഷം കൊടുത്താൽ പോലും അവരെ സ്വീകരിക്കാറില്ലേ. നൈകാത്മതാമേ സ്പൃഹയന്തി കേചിത്. അവർക്ക് എപ്പോഴും ഇങ്ങനെ ഭഗവാന്റെ കഥ പാടി നടക്കാനാണ് താല്പര്യം എന്ന് മഹാത്മാക്കളുടെ പെരുമ പറയുന്നു ഭഗവാൻ. അതിനുശേഷം 24 തത്വങ്ങൾ പറയുന്ന സാഖ്യയോഗം, സംഖ്യ കൊണ്ട് പറയുന്നത് കൊണ്ടാണ് സാഖ്യയോഗം എന്ന പേര്. അതിനുശേഷം അഷ്ടാംഗയോഗം, ഭഗവാനെ കാണാനുള്ള 8 പടികളാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, 8 പടികളാണ്. അത് എങ്ങനെ ചെയ്യണമെന്നൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് 28ാമത്തെ അധ്യായത്തിൽ. 2 വിധമായ യോഗം, സബീജം, നിർബീജം. രൂപമേ ഇല്ലാതെ ധ്യാനിക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് പിടിക്കുക. അതുകൊണ്ട് സബീജം പറഞ്ഞാൽ രൂപത്തോടുള്ള ധ്യാനം അവിടെ പറഞ്ഞു കൊടുക്കുന്നു. അത് പെട്ടെന്ന് നമുക്ക് ഭഗവാനെ ധ്യാനിക്കാൻ ഒരു സുഖം. സ്വധർമാചരണം ശക്തിയ, അവരുടെ സ്വധർമ്മം വേണ്ട വിധത്തിൽ ശക്തി അനുസരിച്ച് ചെയ്യണം. ചെയ്യാൻ പാടില്ലാതെ കാര്യങ്ങൾ ഉപേക്ഷിക്കണം. വിധർമാച്ച നിവർത്തനം. നമ്മുടെ പ്രാരബ്ധം കൊണ്ട് എന്ത് കിട്ടുന്നുവോ അതിൽ സന്തോഷിക്കാൻ പഠിക്കണം. 100 രൂപ കിട്ടിയാലും സന്തോഷിക്കണം, 1000 രൂപ കിട്ടിയാലും സന്തോഷിക്കണം. ഇന്ന് ഇത് ഇത്രയല്ലേ കിട്ടിയെന്ന് വിഷമിക്കാനും പാടില്ല. ദൈവാലബ്ധേന സന്തോഷ ആത്മവിചരണാർച്ചനം. ജ്ഞാനികളുടെ കാൽകളിൽ വീണ് നമസ്കരിക്കണം. ഗ്രാമ്യധർമ്മ നിവൃത്തിശ്ച മോക്ഷധർമ്മരതിഷ്ഠത. ഗ്രാമ്യധർമ്മങ്ങൾ, മനസ്സ് വിഷയങ്ങളിൽ പോകുന്ന ധർമ്മങ്ങളെ കുറയ്ക്കണം. മൊബൈലിൽ തന്നെ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. വേണ്ടത് നോക്കിയാൽ അത് ബന്ധമാവും. ഭഗവാന്റെ കഥകൾ അങ്ങനെ പോലെ മൊബൈൽ നല്ല സാധനം വന്നിട്ടുണ്ട്. ഇത് മൊബൈൽ പോയാലും നമ്മുടെ മനസ്സ് നല്ലത് ചെയ്താൽ നല്ലതാവും, വേണ്ടാതിന് പോയാൽ ചീത്തയായി. അപ്പോൾ എന്ത് ചെയ്യണം? മോക്ഷധർമ്മരതി, മോക്ഷവിഷയ ധർമ്മങ്ങളിൽ രതി ഉണ്ടാവണം. അത് ആദ്യം ഭക്ഷണം നേരാക്കണം. മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ എന്താവും? നല്ല മനസ്സുണ്ടാവും.
നല്ല ഭഗവാനത്തിന് നേദിക്കാൻ പറ്റുന്ന നല്ല ആഹാരങ്ങൾ ഇപ്പോൾ എല്ലാത്തിലും സപ്താഹത്തിലൊക്കെ ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചുവന്ന ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ചേർക്കാതെ ശുദ്ധമായ ആഹാരം കഴിച്ചാൽ എങ്ങനെ ആഹാരം കഴിക്കുന്നുവോ അതുപോലെയാണ് മനസ്സ് ആവുള്ളൂ. ഇപ്പോൾ മനസ്സ് ഇങ്ങനെ കുട്ടികളുടെ മനസ്സ് ഇങ്ങനെ പോകാൻ എന്താ കാരണം? അവരുടെ ആഹാരം ശരിയില്ലേ. കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ ഹോട്ടലിൽ ഉണ്ടാക്കി കൊടുക്കുന്നു, അവിടെ പോയി കഴിച്ചാൽ എന്താ കുഴപ്പം? ഹോട്ടലിൽ കഴിച്ചാൽ എന്താ കുഴപ്പം ചോദിച്ചാൽ അവർ ഉണ്ടാക്കുന്ന ആൾ ഏത് രീതി മനസ്സിൻ്റെ ഒരു എനിക്ക് ഇങ്ങനെ ആയല്ലോ, സങ്കടമായല്ലോ, ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം വിഷമിച്ച് ഒരു ദോശ ഉണ്ടാക്കി കൊടുത്താൽ അത് കഴിക്കും നമുക്ക് വിഷമം ഉണ്ടാകും. കാശ് കൊടുത്തിട്ട് കാര്യമില്ലേ. അതുകൊണ്ടാണ് ശുദ്ധമായ ആഹാരം, പ്രസാദമായിട്ടുള്ള ആഹാരം. ഇവിടെ എന്തുണ്ടാക്കിയാലും സപ്താഹ വേദിയിലാവുമ്പോൾ പ്രസാദമാവാൻ എന്താ കാരണം? ഇവിടെ കേൾക്കുന്ന ഭഗവാന്റെ നാമജപവും ഇതൊക്കെ ആ പ്രസാദത്തിൽ പോയി ചേരും. അതുകൊണ്ട് നമുക്ക് ചില ഗുണങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് വെറുതെ കഴിക്കാൻ പാടില്ലേ. ഹോട്ടലിൽ ചിലപ്പോൾ കഴിക്കേണ്ടി വന്നാൽ ഇത് ചെയ്യണം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന ഭഗവാനോട് പ്രാർത്ഥിച്ച് കഴിക്കണം. അങ്ങനെ പ്രസാദമായി കഴിച്ചാലേ പ്രസാദേ സർവ്വദുഃഖാനാം ഹാരിരസ്യോപജായത്തെ. ഉദാഹരണത്തിന് പറയുക, അത് വേറെ പ്രസാദമാണ്. ഇപ്പോൾ പറഞ്ഞത് ഇതാണ്. ഇപ്പം മിതമായ ആഹാരം കൂടുതൽ കഴിക്കാൻ പാടില്ല. അറവയർ ഭക്ഷണം, കാൽവയർ വെള്ളം കുടിക്കണം, കാൽവയർ കാറ്റ് പോകാൻ സ്ഥലം വിടണം. നമ്മൾ കാറ്റ് പോകാൻ സ്ഥലം വിടാറില്ലേ? കഥനക്കുട്ടിക്ക് മരുന്നടിച്ച് കയറ്റുന്നത് പോലെ ഫുള്ളോട് കയറ്റിയാവും. പിന്നെ ഇവിടെ ഇരുന്ന് ഉറങ്ങാനേ പറ്റുള്ളൂ, കഥ കേൾക്കാൻ പറ്റില്ല. അപ്പം മിതമായ ആഹാരം, മേധ്യമായ ആഹാരം, ശുദ്ധമായ മിതമേധ്യാനം ശശ്വത് വിവിക്ത ക്ഷേമസേവനം എപ്പോഴും സത്സംഗത്തിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നല്ല തനിച്ച് നമ്മൾ ഭഗവാനെ ധ്യാനിച്ചിരിക്കാൻ പഠിക്കുന്നു. വിവിക്ത ക്ഷേമസേവനം, അഹിംസ, സത്യം, അസ്തേയം. ആരെയും ഹിംസിക്കാൻ പാടില്ല. ഇവിടെ പറയുന്നുണ്ട്. സത്യം പറയാൻ ആദ്യം പഠിക്കുന്നു. അസ്തേയം, അടുത്തവരുടെ സ്വത്ത് കെട്ടെടുക്കാൻ പാടില്ല. നമുക്ക് ജീവിക്കാൻ എത്ര വേണ്ടോ അത്രയേ പണം ഉണ്ടാക്കാൻ പാടുള്ളൂ. യാവദർത്ഥ പരിഗ്രഹം. നമ്മുടെ കുട്ടിക്ക് വേറെ കുട്ടിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് അവർ നോക്കിക്കോളും. അവരുടെ കാര്യം അവർ നോക്കിക്കോളും. അവരുടെ പ്രാരബ്ധവശം അവർ എന്ത് ചെയ്യുമ്പോൾ വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ജീവിക്കാൻ എത്ര വേണ്ടോ അത് മാത്രമേ സ്വീകരിക്കാവൂ. ബ്രഹ്മചര്യം തപസ്സൗചം സ്വാധ്യായ പുരുഷാർച്ചനം മൗനം സദാ ആസനജയശ്ചര്യം. അങ്ങനെ ഭഗവാൻ യമനിയമങ്ങളൊക്കെ പറയുന്നു. അവിടെ ആസനം, ഒരു സ്ഥിരമായ ആസനജയശ്ചയം, ഒരു സ്ഥിരമായ ആസനത്തിൽ ഇരിക്കാൻ പഠിക്കും. ഇങ്ങനെ ഇരിക്കുന്നത് ചമ്മണം അണിഞ്ഞിരിക്കുന്നത് സുഖാസനം എന്നാണ് പേര്. ഇങ്ങനെ 2-3 ആസനം പഠിച്ചാൽ മതി ശരീരം ഒന്ന് സ്ഥിരമാവാൻ വേണ്ടി. പിന്നെ പ്രാണായാമം. ഈ പ്രാണനിയന്ത്രിക്കുമ്പോഴാണ് മനസ്സ് നിയന്ത്രണത്തിൽ വരുന്നത്. മനസ്സാകുന്ന പക്ഷി പ്രാണനാകുന്ന കയറിലാണ് കട്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രാണൻ നിയന്ത്രിക്കുമ്പോൾ മനസ്സ് നിയന്ത്രണത്തിലാവും. അതുകൊണ്ടാണ് പ്രാണായാമം ഒക്കെ പറയുന്നു മഹാത്മാക്കൾ. പിന്നെ എന്തായാലും മനസ്സ് നിയന്ത്രിച്ചാൽ നിയന്ത്രണത്തിൽ വരില്ലേ, പുറത്തേക്ക് ഓടുന്നു. ഒരു കുതിരയെ അടക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും ചാടിപ്പോകും. അതുപോലെയാണ് മനസ്സ് അങ്ങോട്ട് പോകും, വീണ്ടും തിരിച്ച് പിടിച്ച് വിളിക്കുന്നതാണ് പ്രത്യാഹാരം. പിന്നെ ധാരണ, തൈലധാരയെപ്പോലെ ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കാം, ധാരണ. പിന്നെ ധ്യാനം. ധ്യാനം എന്ന് പറയുമ്പോൾ തന്നെ ഭഗവാൻ തൻ്റെ രൂപം വിസ്തരിച്ച് പറഞ്ഞ് ജപിക്കുന്നു. സഞ്ചിന്തയേ ഭഗവതശ്ചരണാരവിന്ദം വജ്രാംകുശധ്വജ സരോരുഹലാഞ്ഛനാഭ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാഹജ്യോത്സ്നാഭിः ആഹതമഹധൃദയാന്ധകാരം. ഭഗവാന്റെ കാലത്തും നമ്മുടെ കാലത്തുള്ള വ്യത്യാസം ഇവിടെ പറയുന്നു. ഭഗവാന്റെ തിരുവടികളിൽ നല്ല രേഖകളൊക്കെ ഉണ്ടാവും. വജ്രം, അങ്കുശം, ധ്വജം, താമര. വജ്രരേഖ എന്തിനാ ചോദിച്ചാൽ മലകള പൊടിക്കുന്ന ഒരു ആയുധമാണ്. ഇന്ദ്രൻ്റെ കയ്യിലുള്ള ആയുധമാണ് വജ്രായുധം. ഭക്തന്മാർക്ക് പാപമുണ്ടെങ്കിൽ ആ പാപങ്ങൾ പൊടിക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ തിരുവടിയിൽ വജ്രം. അങ്കുശം, ആണയെ പിടിച്ചു നിർത്തുന്ന തോട്ടിയാണ് അങ്കുശം. ഭക്തന്മാരുടെ മനസ്സ് ആണയുള്ള അങ്ങോട്ട് ഇങ്ങോട്ട് പോയാൽ അത് നിർത്താൻ വേണ്ടിയാണ് അങ്കുശം. ഭഗവാന്റെ തിരുവടിയിൽ കൊടിക്കൂര. കൊടിക്കൂര എന്തിനാ ചോദിച്ചാൽ ഉത്സവ സമയത്തിൽ മാത്രമേ കൊടിക്കൂര ഉയർത്താറുള്ളൂ.
അതുപോലെ ഭക്തന്മാർക്ക് എപ്പോഴും ഉത്സവമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കൊടിക്കൂരൻ, ധ്വജൻ, സരോരുഹല, താമര. താമര എന്തിനാ ചോദിച്ചാൽ ഭക്ത മനസ്സരഹ അമലം കർത്തും കമലം. ഭക്തന്മാരുടെ മനസാകുന്ന കുളം ഒന്ന് നേരാക്കാൻ വേണ്ടിയാണ് താമര. താമര ഉണ്ടെങ്കിൽ ആ കുളം നല്ല കുളമാണ്, ആ കുളത്തിലുള്ള വെള്ളം നല്ല വെള്ളമാണ്. താമര, മീൻ, സൂര്യൻ്റെ വെളിച്ചം ഇതൊക്കെ ഉണ്ടായാൽ അത് നല്ല തീർച്ചം. ഇതാ താമര ഉണ്ടെങ്കിലേ കുളം നന്നാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നാട് നന്നാവണമെങ്കിൽ താമര ഉണ്ടാവണം എല്ലാവർക്കും, അപ്പോൾ ശരിയാവും. അങ്ങനെ ഇവിടെ ഭഗവാന്റെ തിരുവടിയെ വർണ്ണിക്കുന്നു. തിരുവടി മുതൽ തിരുമുടി പര്യന്തം വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിക്കുന്നു ഭഗവാൻ. അതിനുശേഷം ഭക്തിയോഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. അടുത്തവരെ നശിപ്പിക്കാൻ വേണ്ടി ശത്രു സംഹാരം, പുഷ്പാഞ്ജലികളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അത് ശത്രു സംഹാരമല്ലേ, ശത്രുത്വ ബുദ്ധി നമുക്ക് മാറാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയൊക്കെ താമസഭക്തിയാണ്. നമുക്ക് പണം, പുകഴ് വേണം ആഗ്രഹിച്ച് ഭക്തി ചെയ്താൽ അത് രാജസം. മോക്ഷം വേണം ഭക്തി ചെയ്യുന്നവർ സാത്വികന്മാരാണ്. മോക്ഷം പോലും വേണ്ട, ഭഗവാൻ എന്ത് കൊടുത്താൽ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഗോപികമാരെപ്പോലെ, ഹനുമാനെപ്പോലെ അല്ലെങ്കിൽ പ്രഹ്ലാദനെപ്പോലെ ഉള്ള ഭക്തന്മാരാണ് നിർഗുണ ഭക്തന്മാർ. ജ്ഞാനിയായ ഭക്തന്മാരൊക്കെ നിർഗുണ ഭക്തന്മാരാണ്. ഈ ഭക്തി കിട്ടണമെന്നതിനും ആദ്യം നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്ത് ഭഗവാനക്ക് സമർപ്പിച്ചാലേ ഇങ്ങനെയുള്ള ഭക്തി കിട്ടുള്ളൂ. അപ്പോൾ ദേവഭൂതി പറഞ്ഞു, ഞാൻ നിറച്ച് സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യണം? എനിക്ക് സമർപ്പിച്ചാൽ മതി. ഉടനെ ഗിണ്ടിയിൽ വെള്ളമെടുത്ത് ദേവഭൂതി കായേന വാച എവിടെ ഒഴിക്കുന്നത്? എൻ്റെ കയ്യിൽ ഒഴിച്ചു ദിവസം നമ്മൾ നാരായണായി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നത് പോലെ ദേവഭൂതി കപിലൻ്റെ പാദത്തിൽ തന്നെ സമർപ്പിച്ചു. അതിനുശേഷം ജീവഗതാഗതിയെ വർണ്ണിക്കുന്നു. കൂടുതൽ പുണ്യമുള്ളവർക്ക് സ്വർഗവും കൂടുതൽ പാപമുള്ളവർക്ക് നരകവും രണ്ടും സമമായി തീരുമ്പോൾ ഈ ഭൂലോകത്തിലേക്ക് ജീവൻ എത്തിച്ചേരും. രണ്ടും സമമായ നിലയിൽ ഭൂലോകത്തിലേക്ക് എങ്ങനെ വരും? ആദ്യം മേഘമണ്ഡലത്തിൽ വീഴും ആ ജീവൻ. മേഘമണ്ഡലത്തിൽ നിന്നും മഴയോടൊപ്പം ധാന്യത്തിൽ വീഴും. ധാന്യത്തിൽ നിന്നും ഭക്ഷണ രൂപത്തിൽ പുരുഷൻ്റെ ശരീരത്തിൽ പോയി ജീവശക്തിയായി മാറും. ഇപ്പം നമുക്ക് സംശയം വരും, ധാന്യത്തിൽ ജീവൻ വന്നാൽ പിന്നെ ഈ ധാന്യം പൊടിക്കാറുണ്ടല്ലോ, ഗോതമ്പൊക്കെ പൊടിക്കും, അരിയൊക്കെ ഇഡ്ലിക്ക് വേണ്ടി അരയ്ക്കുമ്പോൾ ജീവൻ അരഞ്ഞു പോവില്ലേ? അങ്ങനെ അരഞ്ഞു പോവില്ല. അത് സൂക്ഷ്മമാണ് ജീവൻ. അത് ആഹാര രൂപത്തിൽ പുരുഷൻ്റെ ശരീരത്തിൽ എത്തിച്ചേരും. പുരുഷൻ്റെ ശക്തിയായി മാറി 2 മാസം അവിടെ വന്ന് പിന്നെ സ്ത്രീ ഗർഭത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ സ്ത്രീ ഗർഭത്തിൽ പ്രവേശിച്ച് ആ ജീവൻ എങ്ങനെ വളർന്ന് ഒരു സ്കാൻ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് സുഖാചാര്യ മൈത്രേയൻ. ഭഗവാൻ പറയുന്നു, നേരിട്ട് തന്നെ പറയുന്നു, കലളം തേക്കരാത്രേണ പഞ്ചരാത്രേണ ബുദ്ബുദം. ഒരു 5 രാത്രിയാകുമ്പോൾ ആ ജീവൻ ഒരു പലപോളാകും. 10 ദിവസമാകുമ്പോൾ കർക്കൻഭൂ ഒരു ചെറിയ പഴമ്പോളാകും. പിന്നെ പേശി അണ്ടംവ. അതിനുശേഷം മാസമാവും അത് മുട്ടയിടുന്ന ജീവനാണോ അല്ലെങ്കിൽ കുട്ടിയായി ഇടുന്ന ജീവനാണോ, അതിന് രൂപത്തിൽ അത് മാറും. 1 മാസത്തിൽ തളയും. ഇങ്ങനെയൊക്കെ ആ ജീവൻ്റെ ശരീരം ഗർഭത്തിൽ വളർന്ന് ആരംഭ്യ 7-ാം മാസത്തിൽ 7 മാസത്തിൽ ആ ജീവനക്ക് ബോധം കൂടി ഉണ്ടാവും. ആ സമയത്ത് നല്ല അമ്മയാണെങ്കിൽ മര്യാദയ്ക്ക് ഗർഭിണി നിയമത്തിൽ ഇരിക്കും. ആ പാപി ജീവനാണെങ്കിൽ ആ അമ്മയ്ക്ക് വാക്ക് നിയന്ത്രണം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചൂടുള്ള കാപ്പിയും എരിവുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അവിടെ കടന്നു പടയും ആ ജീവൻ. മാതൃജഗ്ധ അന്നപാനാദ്യൈഹി കട്ടു തീക്ഷ്ണ ഉഷ്ണ ലവന രൂക്ഷ. അങ്ങനെ ആ ജീവൻ ബുദ്ധിമുട്ടി അവിടെ ഗർഭത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു സ്തുതി ഇവിടെ പറയുന്നുണ്ട്. തസ്യോപസന്നമവിതും ജഗതിച്ഛയാത്തനാനാഥനോ ഭുവി ചലച്ചരണാരവിന്ദം സോഹം വ്രജാമി ശരണം ജഗതോ ഭയം മേ ഏനേത് സീഗതിരദർശി അസതോനുരൂപ. ഭഗവാനെ, എനിക്ക് സത്സംഗം നിറഞ്ഞ ജീവൻ പ്രാർത്ഥിച്ച് അമ്മ മാസം എണ്ണം വയ്ക്കുന്നത് പോലെ കുട്ടിയും കൂടി എണ്ണം പിടിച്ചിരിക്കും. ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ഗർഭത്തിൽ അങ്ങനെ ഇരിക്കില്ല. 10ാമത്തെ മാസം ആ ജീവൻ പുറത്തു വരും. പിന്നെ എല്ലാം മറന്ന് കറിയും. പിന്നെ ജനിച്ചാൽ പിന്നെ അമ്മയ്ക്ക് കുട്ടി എന്തിനാ കറിയുന്നോ അറിയാതെ ചിലപ്പോൾ വിശന്ന് കറിയുമ്പോൾ അമ്മ ചെയ്യും മരുന്ന് കൊടുക്കും. വയറുവേദന കൊണ്ട് കറിയുമ്പോൾ പാല് കൊടുക്കും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പറയാൻ പറ്റില്ല കുട്ടികൾക്ക്. കുറച്ച് പ്രായമായാൽ കൂടുതൽ ബുദ്ധിമുട്ടാണ്.
ഒരു 4-5 വയസ്സായ LKG പാഠശാലയിൽ ഉണ്ടാക്കും. LKG പറഞ്ഞാൽ എൻ്റെ അർത്ഥം എല്ലിൻ്റെ മുകളിൽ 1 kg പുസ്തകം വെച്ച് പറഞ്ഞു വിടും. അങ്ങനെ എടുത്ത് ഒരു കൊല്ലം ചെന്നാൽ ആ നട്ടല് തന്നെ യുകളാണ്. അതുകൊണ്ട് അടുത്ത KG UKG അവിടെ തന്നെ പേര് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിലുള്ള കഷ്ടങ്ങൾ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ വിവാഹത്തിന് വേണ്ടി ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അത് പിന്നെ ആള് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ ആ ജീവൻ ദുഃഖിക്കും. ഏത് ജീവൻ സത്സംഗത്തിൽ ഇങ്ങനെ വന്ന് ചേരുന്നുവോ ആ ജീവൻ രക്ഷപ്പെടും. ബാക്കി ജീവന്മാർക്ക് വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ച് ബുദ്ധിമുട്ടും. പുനരപ്പി ജനനം, പുനരപ്പി മരണം, പുനരപ്പി ജനനീ ജനരേശനം. അങ്ങനെ പല വിഷയങ്ങളവിടെ പറഞ്ഞ പോലാണ് ദേവഭൂതി പറഞ്ഞത്. കപില, നീ പറഞ്ഞ വിഷയമൊക്കെ എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലേ? നിൻ്റെ നാമം ജപിക്കാം, അത് മതിയാണെന്ന് ചോദിച്ചപ്പോൾ അത് മതി പറഞ്ഞു ഭഗവാൻ. ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ, ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ, നന്ദകുമാര വരനവനീത ചോര ഹരേ, നന്ദകുമാര വരനവനീത ചോര ഹരേ, നന്ദകുമാര വരനവനീത ചോര ഹരേ, നന്ദകുമാര വരനവനീത ചോര ഹരേ, ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ, ദേവദേവ വാസുദേവ ഹരേ ഗോപീ മനോര ഗോപാല കൃഷ്ണ ഹരേ, 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 ഗോപാല കൃഷ്ണ ഹരേ, ഗോപാല കൃഷ്ണ ഹരേ, ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ, ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ, നന്ദകുമാര വരനവനീത ചോര ഹരേ, നന്ദകുമാര വരനവനീത ചോര ഹരേ, ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ, ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ. എന്നാമധേയശ്രവണ അണുകീർത്തനാത്. ചില ആളുകൾ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുന്നു, ചില ആളുകൾ ഒപ്പം പാടുന്നു. അണുകീർത്തനാത്, പിന്നെ ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കുന്നു. ബ്രഹ്മണാത്, പിന്നെ ഭഗവാനെ സ്മരിക്കുന്നു. അങ്ങനെ ചെയ്താൽ മതി. എത്ര വലിയ മഹാഭാവിയായാലും അവൻ ശുദ്ധനായി തീരും. ആരുടെ നാവിലാണ് ഭഗവാന്റെ നാമം വരുന്നു അവർക്ക് എല്ലാ പുണ്യവും സ്വയം കിട്ടും. തപസ് ചെയ്തതിൻ്റെയും ത്യാഗം ചെയ്തതിൻ്റെയും തീർത്ഥയാത്രയും ഏകപക്ഷത്തിൻ്റെ ഫലം മുഴുവനും നാമജപം കൊണ്ട് തന്നെ കിട്ടും. നാമജപത്തിൻ്റെ മഹിമ പറഞ്ഞ് ദേവഭൂതി ഭഗവാൻ നമസ്കരിക്കുന്നു. വന്ദേ വിഷ്ണും കപിലം വേദഗർഭം, വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. അങ്ങനെ ഭഗവാൻ ദേവഭൂതി നമസ്കരിച്ചു. അതിനുശേഷം കപില ഭഗവാൻ പുറപ്പെട്ടു ചെന്നു. ദേവഭൂതി ശാനത്തിൽ നിന്ന് ഭഗവാനെ പ്രാപിച്ചു. ദേവഭൂതിയുടെ ശരീരം തന്നെ ഒരു നദിയായി ഒഴുകിക്കൂടി. സിദ്ധസേവിക നദിയുടെ പേര് പറയുന്നു. ഈ കപിലോപദേശം ആരാണ് കേൾക്കുന്നവോ, ആരാണ് പറയുന്നവോ അവർക്ക് ദൈവമനസ്സുനോതിയോ വിധത്തെ കപിലമുനേർമതം ആത്മയോഗകുപ്യം ഭഗവതി കൃതഭീ സുവർണകേകവും ഉപലഭത്തെ ഭഗവത് പദാരവിന്ദം. അവർക്കും ഭഗവാന്റെ പാദത്തിൽ ഭക്തി ഉണ്ടായി. അവരാണ് മുക്തിയും കിട്ടും പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ പുസ്തകം സമർപ്പിക്കുന്നു.